ഹായ് എവരി വൺ, സ്കില്ലപ്പിൻ്റെ പോസ്റ്റർ ഡിസൈനിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു കോഴ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാൻവ എന്ന ആപ്ലിക്കേഷനെ കുറിച്ചാണ്. നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളും ക്യാൻവ ഉപയോഗിക്കുന്നുണ്ടാവാം. ക്യാൻവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനാണ് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ക്യാൻവയിലെ എല്ലാ ടൂളുകളെക്കുറിച്ചും ക്യാൻവയുടെ ഉപയോഗങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു കോഴ്സിലൂടെ പഠിക്കണം. ഇന്നത്തെ ക്ലാസ് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് മാത്രമാണ്. എങ്ങനെയാണ് നമുക്ക് ക്യാൻവ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. ക്യാൻവയുടെ ഒരു പ്രത്യേകത, എല്ലാ സിസ്റ്റത്തിലും നമുക്ക് ക്യാൻവ ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. ആൻഡ്രോയിഡ് ഫോണിലും ഐഫോണിലും അതുപോലെ തന്നെ നമ്മുടെ ലാപ്ടോപ്പിലും നമുക്ക് ക്യാൻവ ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ മൂന്ന് സിസ്റ്റത്തിലും അല്ലെങ്കിൽ മൂന്ന് ഫോണുകളിലും നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് നേരെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോകുന്നു. ക്യാൻവ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് കാണുന്ന ആ ഒരു ഐക്കൺ, ഫസ്റ്റ് കാണുന്ന ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. നമുക്ക് ജസ്റ്റ് നോക്കാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നു. പ്ലേ സ്റ്റോറിൽ മുകളിൽ സെർച്ച് ബാറിൽ ക്യാൻവ എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ രൂപത്തിലുള്ള ഒരു ഐക്കൺ കാണാം. ഇവിടെ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തത് കൊണ്ട് അപ്ഡേറ്റ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്കിവിടെ ഇൻസ്റ്റാൾ കാണിക്കും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് നേരെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി കഴിയും. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്യണം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മെയിൽ ഐ ഡി ചോദിക്കുന്നുണ്ടാകാം. മെയിൽ ഐ ഡി കൊടുത്തിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാൻവ, ഇതാണ് ക്യാൻവയുടെ ഐക്കൺ വരുന്നത്, ഓപ്പൺ ചെയ്യാൻ വേണ്ടി കഴിയും. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് തൊട്ട് മുൻപ് ചെയ്ത് വെച്ച ഒരു വർക്കാണ് ഓപ്പണായിട്ട് വന്നത്. ഞാനിവിടെ ജസ്റ്റ് ബാക്ക് കൊടുക്കുന്നു. ഇതാണ് ക്യാൻവയുടെ ഇൻ്റർഫേസ് ആയിട്ട് വരുന്നത്. ക്യാൻവയുടെ ഇൻ്റർഫേസിൽ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് വിൽ യു ലേൺ ടുഡേ. ഓക്കെ, തൊട്ട് താഴെയായിട്ട് നമുക്ക് സെർച്ച് ടെംപ്ലേറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ നമുക്ക് എന്ത് ടെംപ്ലേറ്റ്സുകളും നമുക്ക് സെർച്ച് ചെയ്യാം. ക്യാൻവയുടെ ഒരു പ്രത്യേകതയാണ്, ക്യാൻവയിൽ നമുക്ക് ധാരാളം ടെംപ്ലേറ്റ്സുകളുണ്ട്. ഈ ടെംപ്ലേറ്റ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പോസ്റ്ററാക്കി മാറ്റാൻ വേണ്ടി കഴിയും. ഞാനിവിടെ അഡ്മിഷൻ, നമ്മുടെ സ്കൂളുകൾ അഡ്മിഷൻ ഓപ്പൺ അല്ലെങ്കിൽ അങ്ങനെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് എനിക്കൊരു പോസ്റ്റർ വേണമെങ്കിൽ ഞാനിവിടെ സെർച്ച് ടെംപ്ലേറ്റ്സ് എന്ന ഭാഗത്ത് സ്കൂൾ അഡ്മിഷൻ എന്ന് സെർച്ച് ചെയ്യുന്നു. ഞാനിവിടെ ജസ്റ്റ് ഒരു അഡ്മിഷൻ ഒരു മോഡൽ മാത്രം കാണിക്കുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്കിവിടെ സെർച്ച് ചെയ്യാം. ഞാനിവിടെ സ്കൂൾ അഡ്മിഷൻ ഓപ്പൺ, ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ മോഡൽസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ കുറേ ആളുകൾ ചെയ്തു വെച്ച ഓരോ പോസ്റ്ററുകളാണ്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പോസ്റ്റർ എഡിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്കൂളിൻ്റെ പോസ്റ്ററാക്കി മാറ്റാൻ വേണ്ടി കഴിയും. ഞാനിവിടെ ഈ ഒരു പോസ്റ്റർ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് അത് ഓപ്പണായിട്ട് വരും. ഓപ്പണായിട്ട് വന്നാൽ ഇതിലുള്ള ടെക്സ്റ്റുകളും ഫോട്ടോയും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് നമ്മുടെ സ്കൂളിൻ്റെ പോസ്റ്ററാക്കി മാറ്റാൻ വേണ്ടി കഴിയും. ഇവിടെ ഈ അഡ്മിഷൻ ഓപ്പണുള്ള ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് നമുക്ക് ടെക്സ്റ്റ് മാറ്റാം. ഈ കുട്ടികളുടെ ഫോട്ടോ ഓരോന്ന് സെലക്ട് ചെയ്ത് നമുക്ക് കുട്ടികളുടെ ഫോട്ടോ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇങ്ങനെ നമുക്ക് എന്തൊക്കെയാണോ ഇതിൽ മാറ്റം വരുത്തേണ്ടത്, ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് സെക്കൻഡുകൾ കൊണ്ട് അല്ലെങ്കിൽ മിനിറ്റുകൾ കൊണ്ട് നമുക്കൊരു പോസ്റ്റർ ടെംപ്ലേറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് എഡിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി കഴിയും. അതാണ് ക്യാൻവയുടെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ എങ്ങനെയാണ് ടെംപ്ലേറ്റ്സിൽ എഡിറ്റ് ചെയ്യാം, അതിലെ ടൂളുകൾ എന്തൊക്കെയാണ്, അതൊക്കെ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകൾ പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് മാത്രമാണ്. അപ്പോൾ ക്യാൻവ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ രൂപത്തിലുള്ള ഒരു ഇൻ്റർഫേസാണ് ഓപ്പണായിട്ട് വരുന്നത്. 2025 ഡിസംബറിലാണ് ക്യാൻവയുടെ ഇൻ്റർഫേസ് ടോട്ടലി ഒന്ന് മാറിയത്. പുതിയൊരു അപ്ഡേഷൻ വന്നു. ആ അപ്ഡേഷനിൽ ക്യാൻവയുടെ ഇൻ്റർഫേസ് കൂടുതലായിട്ടൊന്ന് മാറ്റം വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻ്റർഫേസിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ നമുക്ക് ക്യാൻവ ഉപയോഗിക്കാൻ കഴിയുന്നത്. ഇത് പല ആളുകൾക്കും പല സംശയങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ സംശയങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ കൃത്യമായിട്ട് നമുക്ക് എന്താണ് വ്യത്യാസങ്ങൾ എന്നൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. നമുക്ക് താഴേക്ക് പോകുന്ന സമയത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നമുക്ക് അടുത്ത ക്ലാസ്സുകളിലാണ് നമുക്ക് ഈ ഓരോ ടൂളുകളെക്കുറിച്ചും കൃത്യമായിട്ട് നമ്മൾ പറയുന്നത്. അപ്പം ഈ രൂപത്തിൽ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾക്ക് ക്യാൻവ ഇൻസ്റ്റാൾ ചെയ്ത് മെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. ഇനി ആപ്പിൾ അല്ലെങ്കിൽ ഐഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആപ്പ് സ്റ്റോറിൽ പോയിട്ട് അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്യാൻവ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം. എന്നാൽ നമുക്കിനി അടുത്തൊരു സംശയം വരുന്നത്, ലാപ്ടോപ്പ് പോലെയുള്ള സിസ്റ്റങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് നമുക്ക് ക്യാൻവ ഉപയോഗിക്കാമെന്ന് നോക്കാം. അതിൽ നമുക്ക് ക്യാൻവയുടെ ആപ്പൊന്നും നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ പിന്നെ നമ്മൾ എങ്ങനെയാണ് ക്യാൻവ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഫോണിൽ തന്നെയാണ് ലാപ്ടോപ്പിൽ ചെയ്യുന്ന കാര്യം എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ ഫോണിൽ തന്നെയാണ് കാണിക്കുന്നത്. നമ്മൾ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്താൽ അതിൽ ഗൂഗിൾ ക്രോം നമുക്ക് അവൈലബിൾ ആണ്. എല്ലാ സിസ്റ്റത്തിലും നമുക്ക് ഗൂഗിൾ ക്രോം ഉണ്ടാകും. ആ ഗൂഗിൾ ക്രോമിൽ ജസ്റ്റ് ഗൂഗിളിൽ വരുന്നു. ഗൂഗിളിൽ നിങ്ങൾ ക്യാൻവ എന്ന് സെർച്ച് ചെയ്യുന്നു. ഞാനിവിടെ ക്യാൻവ എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത്
നമുക്ക് നേരെ ഒരു സൈറ്റ്, ഫസ്റ്റ് കാണുന്ന ഒരു സൈറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇവിടെ ക്യാൻവ എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ഫസ്റ്റ് കാണുന്ന ഈ ക്യാൻവ എന്ന ഈ ഒരു സൈറ്റിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ക്യാൻവയുടെ ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് വേണ്ട ഡിസൈനിങ് കാര്യങ്ങളും ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് ഫോണിൽ ചെയ്യുന്നതും അതുപോലെ തന്നെ സിസ്റ്റത്തിൽ ചെയ്യുമ്പോഴും ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. എന്നാലും നമുക്ക് ഫോണിൽ പഠിച്ച ഒരാൾക്ക് സിസ്റ്റത്തിൽ ചെയ്യാനും അതുപോലെ തന്നെ സിസ്റ്റത്തിൽ പഠിച്ച ഒരാൾക്ക് ഫോണിൽ ചെയ്യാൻ രണ്ട് സിമ്പിളായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഫോണിൽ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകളുള്ളത്. നിങ്ങൾക്ക് ഇത് പഠിച്ചിട്ട് നിങ്ങൾക്ക് സിസ്റ്റത്തിലേക്ക് മാറാം. ഇനി അതിനേക്കാൾ സുഖമായിട്ട് നിങ്ങൾക്ക് ഫോണാണ് സുഖമായിട്ട് തോന്നുന്നതെങ്കിൽ അങ്ങനെയും കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ പറയാനുള്ളൂ. നമുക്ക് ക്യാൻവ എന്ന ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡിലും ഐഫോണിലും അതുപോലെ തന്നെ ലാപ്ടോപ്പ് പോലെയുള്ള സിസ്റ്റത്തിലും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. പിന്നെ ക്യാൻവയുടെ മറ്റൊരു പ്രത്യേകതയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ടെംപ്ലേറ്റ്സുകൾ എഡിറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ നമുക്ക് ക്യാൻവ വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്യാൻവ ഉപയോഗിച്ച് പോസ്റ്ററുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുമെന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ആളുകൾക്കും ഈ ഒരു ക്ലാസ് നല്ല രീതിയിൽ നിങ്ങൾ ക്ലാസ്സിനെ മുഖവിലേക്കെടുത്താൽ, നല്ല രീതിയിൽ ഇതിനെ പരിഗണിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൃത്യമായിട്ട് ക്ലാസ്സുകൾ കാണണം. അതുപോലെ തന്നെ ഓരോ ദിവസവും നിങ്ങൾക്ക് തരുന്ന ഹോം വർക്കുകൾ ചെയ്ത് നമ്മുടെ ആക്ടിവിറ്റി ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. എന്നാൽ നിങ്ങൾക്ക് നല്ല ഒരു ഡിസൈനറായിട്ട് മാറാൻ വേണ്ടി കഴിയും. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ക്യാൻവയുടെ ഈ ക്യാൻവ നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ബാക്കിയുള്ള അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് ക്യാൻവയിലെ ഓരോ ടൂളുകളെ കുറിച്ചും കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ഗുഡ് ബൈ.